എന്താ വ്യാഴാഴ്ച നമ്മൾ നോമ്പ് തുറന്നത് വ്യാഴാഴ്ച നമ്മൾ നോമ്പ് തുറന്നത് എവിടുന്നാ? വ്യാഴാഴ്ച നമ്മൾ നോമ്പ് തുറന്നത് ജിദ്ദിന്നാണ്. വെള്ളിയാഴ്ച നമ്മൾ നോമ്പ് തുറന്നത് കൂട്ടായ്മയുടെ വേണ്ട റിയാദ് നോമ്പ് തുറന്നത് നമ്മള് വെള്ളിയാഴ്ച നോമ്പ് തുറന്നത് നമ്മള് റിയാദില്. വെള്ളിയാഴ്ച റിയാദില് നമ്മൾ നോമ്പ് തുറന്നത്. ഇനി ശനിയാഴ്ച നോമ്പ് തുറക്കാൻ പോകുന്നത് ദമാമില്. ഞായറാഴ്ച പെരുന്നാളല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നോമ്പ് തുറ ദുബായില്. നമ്മളിന്ന് റിയാദിന്ന് ദമാമക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മള് വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് ദമാമിലാണ് കളികള്. വലിയ കളികളില്ല, ചെറിയ കളികൾ മാറ്റി വലിയ കളികൾ മാത്രം. ബിഗ് ബോസ് ഇനി ദമാമിലെ പോക്കിലാണ് നമ്മള്. ദമാമിലെത്തി ലാസ്റ്റ് ഇപ്പൊ എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേ അടിച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോക്ക് കേട്ടോ. നമ്മള് ഫുള്ള് സെറ്റ് ആയിട്ട് ഉറങ്ങിയാണ്ട് ഫുള്ള് റെസ്റ്റ് ഒക്കെ എടുത്ത് നോമ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോണത്. ഈ നോമ്പ് തുറക്കാൻ നമ്മൾ ദമാമിലെത്തും. ആ മറ്റേ ഡയലോഗ് പറഞ്ഞു കൊടുത്താ എന്താ വ്യാഴാഴ്ച നമ്മൾ നോമ്പ് തുറന്നത് വ്യാഴാഴ്ച നമ്മൾ നോമ്പ് തുറന്നത് ജിദ്ദിന്നാണ്. വെള്ളിയാഴ്ച നമ്മൾ നോമ്പ് തുറന്നത് കൂട്ടായ്മയുടെ വേണ്ട റിയാദ് നോമ്പ് തുറന്നത് നമ്മള് വെള്ളിയാഴ്ച നോമ്പ് തുറന്നത് നമ്മള് റിയാദില്. വെള്ളിയാഴ്ച റിയാദില് നമ്മൾ നോമ്പ് തുറന്നത്. ഇനി ശനിയാഴ്ച നോമ്പ് തുറക്കാൻ പോകുന്നത് ദമാമില്. ഞായറാഴ്ച പെരുന്നാളല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നോമ്പ് തുറ ദുബായില്. അതാണ് നമ്മളെ മെയിൻ ക്യാപ്ഷന്. ഓക്കെ ആയിട്ടല്ല നമ്മള് ക്യാപ്ഷൻ ഒന്ന് പോയണൊന്ന് പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് കൊല്ലം 4 ആയി. ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഇന്നേക്കൊരു പൊടി പുതിയൊരാള് സദസ്സിൽ വന്നപ്പോ പള്ളിയിലൊക്കെ കയറാൻ തുടങ്ങി. 1000 തള്ളുണ്ടെങ്കിൽ തള്ളാന്, 1000 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോവാനും. ഗൈസ്, അങ്ങനെ നമ്മൾ ദമാമിലോട്ട് പോകുന്ന റൂട്ടിൽ റിയാദിൽ നിന്ന് വരുന്ന റൂട്ട് അത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി ഫുൾ സെറ്റ്. റെഡ് സാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ റെഡ് സാൻഡ് ഉണ്ടാവുക. പിന്നെ ഈ ഗ്ലാസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി റെഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നമ്മളെ വണ്ടി, ദുബായ് രജിസ്ട്രേഷൻ വണ്ടി, FJ ക്രൂസർ. എത്ര മോഡല് പറയണ്ടെന്ന് പറയുന്നുണ്ട്. കട്ടൊന്നും ചെയ്യൂല, അലവിയൊക്കെ ഇട്ട് നമ്മൾ ഫുൾ സെറ്റാണ്. നമ്മളെ ബ്ലോഗ്, വലിയൊരു ബ്ലോഗ് നമ്മൾ ചെയ്യും. അതാണ് നമ്മളെ ലക്ഷ്യം. ഫുള്ള് സെറ്റാണ്. ഇതൊക്കെ വരും. ഇതൊക്കെ നമ്മള് ഫുള്ള് ഇതൊക്കെ അതിൽ പെടുത്താം. എന്നാലും നമ്മള് സത്യം എന്താന്ന് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കള്ളന്മാരൊക്കെ ഉള്ളതാണ്. രണ്ടാൾക്കാർ പള്ളിയിൽ നിന്ന് വരാണ്ട്, അതിനോട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല്, എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ സെറ്റാണ്. ദമാമിലെത്തിട്ട് നോമ്പ് തുറ പ്ലാൻ ചെയ്യുന്നുണ്ട്. സെറ്റായിട്ട് അവിടുന്ന് വലിയ വീഡിയോസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ വീഡിയോസ് അത്രേ ഉള്ളൂ. വലിയ വ്ളോഗ് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. ഇനിയിപ്പോൾ ജിദ്ദിന്ന് ദുബായിക്കൊക്കെ പോകുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിദ്ദിന്ന് വരുമ്പോഴും റിയാദിന്ന് വരുമ്പോഴും ദമാമിന്ന് വരുമ്പോഴും പറയാനുള്ളത് നോമ്പല്ല, അങ്ങനെയല്ല. നോമ്പല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നല്ലോണം എടുത്തോളി. ഓരോ മണിക്കൂർ 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓരോ പെട്രോൾ പമ്പ് വരുന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ എടുത്തോണ്ടി. പിന്നെ എന്താ വെച്ചാൽ നല്ല നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എടുത്തോണ്ടി. പിന്നെ അതേമാതിരി ജെയ്സി, അതേമാതിരി ഷോർട്സ് ഒക്കെ ഇട്ട് വരിക. അതെ, ഓഫ് കോഴ്സ്. അല്ലാണ്ട് ഇതേമാതിരി പാന്റും ടീഷർട്ടും ചെയിനും ഗ്ലാസും ഷൂ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നടക്കൂല. ഇത് നമ്മളെ പിന്നെ നൗഫല്, ഇത് നമ്മളെ ഫാരിസ്, ഇതാണ് നമ്മളെ ടീം. അതുകൊണ്ടാണ് വിശ്വം തരാത്തത്. ഓക്കെ, അപ്പം നമ്മള് ദമാമക്ക് പോവാണ്. ദമാമക്ക് ബാക്കി കാര്യങ്ങൾ
ജിദ്ദിന്നായാലും ദമാമെന്നായാലും റിയാദെന്നായാലും ഒക്കെ വണ്ടി ഒരു 1 കിലോമീറ്ററിനെ മാറ്റുള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ബാക്കിൽ നോക്കുമ്പോ വണ്ടി ആരില്ല, വണ്ടി ഇങ്ങനെ സൈഡിൽ അമ്മരുത്. അപ്പൊ നമ്മള് ദമാമിലെത്തിയിട്ട് നേരെ ഇല്ലാത്തതുകൊണ്ട് നമ്മള് നെസ്റ്റോല് കയറി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നോമ്പ് തുറക്കാനുള്ള ലൊക്കേഷനിലെത്തുന്നു, അവിടുന്ന് വീഡിയോ എടുത്തരാം. ഓക്കെ, അപ്പം നേരില്ല ഗൈസ്. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഒന്ന് നമ്മൾ നേരെ സ്പോട്ട് പോകുന്നു, നോമ്പ് തുറക്കുന്നു, പിന്നെ നേരെ വിടുന്നു. സൈക്കിളോട്ട് നോക്കോന് ആ സൈക്കിൾ ഗൈസ്, അങ്ങനെ നമ്മൾ ദമാമിലെത്തി, പർച്ചേസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോമ്പിന് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് കണ്ടുകൊടുക്കുകയാണ്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്, ദമാം ഒരു ബീച്ച് സൈഡിൽ. ഇത് അടിപൊളിയില്ലേ സെറ്റപ്പായിട്ട്. ഇവിടെ നമ്മൾ നോമ്പ് തുറക്കും, സാധനങ്ങൾ സെറ്റ് ചെയ്യാണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ബീച്ച് വലിയൊരു സെറ്റപ്പ് വൈബ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത. ഗൈസ്, ദമാമിലെ കോബാറിലെ ഒരു കാഴ്ച ഇത് നമുക്ക് നല്ലോണം പറ്റിട്ടോ, കാണിച്ചുതരാം. ഈ സൈഡിൽ നോക്കിയാൽ സൗദിൻ്റെ പൊടി കാണില്ല, വേറൊരു സൈഡിൽ നോക്കിയാൽ കാണും. ഇത് മറ്റേ ഇതൊരു പടത്തിലുണ്ടല്ലോ ടോവിനോൻ്റെ പടത്തിലുണ്ട്. ഏതോ പടം ആ ഇതിലോട്ടെ